അഡ്വാൻസ്ഡ് എനർജി എഞ്ചിനീയറിങ്ങിൻ്റെ മോഡ്യൂൾ 2-ലെ ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ സോളാർ എനർജിയുടെ ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പാസീവ് സിസ്റ്റം, ആക്റ്റീവ് സിസ്റ്റം ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്ന ഒരു ഭാഗമാണ് സോളാർ കളക്ടർ എന്ന് പറയുന്നത്. സോളാർ കളക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഗ്യാദർ ദ സൺസ് എനർജി, ട്രാൻസ്ഫോം ഇറ്റ്സ് റേഡിയേഷൻ ഇൻറ്റു ഹീറ്റ്, ദെൻ ട്രാൻസ്ഫർ ദാറ്റ് ഹീറ്റ് ഇൻറ്റു ഫ്ലൂയിഡ്. അതായത് നമുക്കിപ്പം ഒരു സോളാർ വാട്ടർ ഹീറ്ററാണ് നമ്മുടെ ഒരു സിസ്റ്റമെങ്കിൽ, അപ്പോൾ നമ്മുടെ അതിനകത്ത് ഇൻപുട്ട് നമ്മൾ കോൾഡ് വാട്ടർ കൊടുക്കുന്നു, നമുക്ക് ഔട്ട്പുട്ടായിട്ട് നമുക്ക് ഹീറ്റ് വാട്ടറാണ് അല്ലെങ്കിൽ ഹോട്ട് വാട്ടറാണ് നമുക്ക് കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതിനകത്തൊരു സോളാർ കളക്ടർ ഉണ്ടാവും. അപ്പോൾ ഈ സോളാർ കളക്ടറാണ് ഈ സണ്ണിൽ നിന്ന് വരുന്ന എനർജി അല്ലെങ്കിൽ എനർജി റേഡിയേഷൻ്റെ രൂപത്തിലായിരിക്കും വരുന്നത്. അതിനെ ആ സോളാർ കളക്ടർ അബ്സോർബ് ചെയ്യുന്നു. അതിനുശേഷം ആ എനർജിയെ ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ സോളാർ കളക്ടറിലൂടെ ആയിരിക്കും നമ്മുടെ ഫ്ലോയിങ് ഫ്ലൂയിഡ്, എയർ ആവാം, വാട്ടർ ആവും, ഓയിലാവും, ഏതാണോ നമുക്ക് ചൂടാക്കേണ്ടത് ആ ഫ്ലൂയിഡ് അതുവഴി കടന്നു പോകുമ്പോൾ ആ സോളാർ കളക്ടറിൽ വരുന്ന ഹീറ്റിനെ ഈ ഫ്ലൂയിഡ് അബ്സോർബ് ചെയ്യുന്നു. ആ ഫ്ലൂയിഡ് ഹോട്ടായിട്ട് കൺവേർട്ട് ചെയ്ത് ഹീറ്റ് അബ്സോർബ് ചെയ്ത് ഹോട്ട് വാട്ടറായിട്ട് കൺവേർട്ടായി പോകുന്നു. അപ്പോൾ ഇതാണ് സോളാർ കളക്ടറിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ, വരുന്ന സണ്ണിൻ്റെ റേഡിയേഷൻ അല്ലെ അതിനെ ഹീറ്റിലേക്ക് അല്ലെ ഹീറ്റിൻ്റെ രൂപത്തിലേക്ക് കൺവേർട്ടാക്കി മാറ്റുകയാണ്. അപ്പോൾ ഇത് തന്നെ രണ്ട് തരത്തിലുണ്ട്. സോളാർ കളക്ടർ രണ്ട് തരത്തിലെന്ന് പറഞ്ഞാൽ, ഒന്ന് നോൺ കോൺസെൻട്രേറ്റിംഗ് കളക്ടറും ഉണ്ട്, കോൺസെൻട്രേറ്റിംഗ് അല്ലെങ്കിൽ ഫോക്കസിങ് കളക്ടറും ഉണ്ട്. അപ്പോൾ ഈ ഡയഗ്രാം കാണിച്ചേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളാർ കളക്ടറിൻ്റെ ഒരു ജനറൽ ഒരു പാർട്ട് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് രണ്ട് ഭാഗങ്ങളുണ്ട്. അപ്പർച്ചർ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, റിസീവർ എന്ന് പറയുന്ന ഭാഗമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്പർച്ചർ എന്ന ഭാഗമാണ് ഡയറക്റ്റ് സണ്ണിൻ്റെ ആ സോളാർ റേഡിയേഷൻ അല്ലെങ്കിൽ ആ റേസ് നേരിട്ട് വന്ന് പതിക്കുന്ന ഭാഗമാണ് അപ്പർച്ചർ എന്ന് പറയുന്നത്. അവിടെ വന്ന് വീഴുന്നു, പിന്നെ അതിനെ അത് ട്രാൻസ്മിറ്റ് ചെയ്ത് ഒരു പോയിൻറ്റിലേക്ക്, ആ പോയിൻ്റ് എന്ന് പറയുന്നതാണ് റിസീവർ. ആ റിസീവർ എന്ന ഭാഗത്തേക്ക് ഈ ഹീറ്റിനെ അല്ലെങ്കിൽ ഈ റേഡിയേഷനെ ഡയറക്റ്റ് ഡിഫ്ലക്റ്റ് ചെയ്ത് അതിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഇതിനൊരു റേഷ്യോ ഉണ്ട്, കോൺസെൻട്രേറ്റിംഗ് റേഷ്യോ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റിംഗ് റേഷ്യോ ഓഫ് കളക്ടർ എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റേഷ്യോ ഓഫ് ദി അപ്പർച്ചർ ടു റിസീവർ ഏരിയ ഈസ് കോൾഡ് ദി കോൺസെൻട്രേഷൻ റേഷ്യോ. അപ്പോൾ ഇതിനകത്ത് രണ്ട് ഭാഗങ്ങളാണ്. അപ്പർച്ചർ, സണ്ണിൽ നിന്ന് ഡയറക്റ്റ് റേഡിയേഷൻ വന്ന് വീഴുന്ന അല്ലെങ്കിൽ റേസ് വന്ന് വീഴുന്ന അപ്പർച്ചറിലാണ്. അതിനെ അവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് രണ്ട് പോയിൻറ്റിലായിട്ട് റിസീവറിലെത്തിക്കുന്നു. അപ്പോൾ ഈ അപ്പർച്ചറിനൊരു ഏരിയ ഉണ്ടാവും, റിസീവറിനൊരു ഏരിയ ഉണ്ടാവും. ആ രണ്ട് ഏരിയ അല്ലെങ്കിൽ അപ്പർച്ചർ ടു റിസീവർ ഏരിയയാണ് കോൺസെൻട്രേഷൻ റേഷ്യോ എന്ന് പറയുന്നു. നമുക്കിനി അടുത്തത് നോക്കാനുള്ളത്, നമുക്ക് ആ രണ്ട് ക്ലാസിഫിക്കേഷനകത്ത് നമുക്ക് മെയിനായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത് നോൺ കോൺസെൻട്രേറ്റിംഗ് കളക്ടേഴ്സിനെയാണ്. നോൺ കോൺസെൻട്രേറ്റിംഗ് കളക്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസെൻട്രേഷൻ റേഷ്യോ 1 ആയിരിക്കും. 1 വരുമ്പോൾ 1 ആവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർച്ചർ ഏരിയയും അതിൻ്റെ അബ്സോർബർ പ്ലേറ്റ് അല്ലെങ്കിൽ റിസീവർ ഏരിയയും ഈക്വൽ ആവുമ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ റേഷ്യോ 1 ആണ്. അപ്പോൾ ഈ നോൺ കോൺസെൻട്രേറ്റിങ്ങിൻ്റെ രണ്ട് ടൈപ്പാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ, അതിന് FPC എന്ന് പറയും. രണ്ടാമത്തത് ഇവാക്യുവേറ്റഡ് ട്യൂബ് കളക്ടർ അല്ലെങ്കിൽ ETC. ഇത് രണ്ടുമാണ് നോൺ കോൺസെൻട്രേറ്റിങ്ങിന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത നോക്കാനുള്ളത് അതിൻ്റെ ഫസ്റ്റ് ടൈപ്പായ ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടറാണ്. അപ്പോൾ ഈ ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടറിൻ്റെ ഒരു ഡയഗ്രമാണ് ഈ കാണിച്ചേക്കുന്നത്. ഈ ഡയഗ്രാം നമുക്ക് എക്സാമിന് ഇതേപോലെ തന്നെ വരയ്ക്കാനുള്ളതാണ്. ഇതിൻ്റെ പാർട്സൊക്കെ അടയാളപ്പെടുത്തണം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നോർമൽ ഒരു കോൾഡ് വാട്ടർ അല്ലെങ്കിൽ കോൾഡ് ഫ്ലൂയിഡ് നമ്മൾ കടത്തി വിടുന്നുണ്ട്. നമുക്ക് ഔട്ട്പുട്ടായിട്ട് നമുക്ക് ഹോട്ട് വാട്ടർ അല്ലെങ്കിൽ ഹോട്ട് ഫ്ലൂയിഡ് നമുക്ക് കിട്ടണം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പാർട്സുകളാണ് ഈ പറഞ്ഞേക്കുന്നത്. ആദ്യമേ ഇതൊരു ട്രാൻസ്പെറൻറ്റ് കവർ ആണ് ഈ കാണിച്ചേക്കുന്നത്. പിന്നെ രണ്ടാമത് കാണിച്ചേക്കുന്നത് ഡിഫ്യൂസ് റേഡിയേഷനും ഡയറക്റ്റ് റേഡിയേഷനും. ഡിഫ്യൂസ് സോളാർ റേഡിയേഷനുണ്ട്, ഡയറക്റ്റ്, അതായത് സണ്ണിൽ നിന്ന് ഡയറക്റ്റ് വന്ന് വീഴുന്ന രശ്മികളും പിന്നെ അത് അന്തരീക്ഷത്തിൽ ഡിഫ്യൂസ് ചെയ്തിട്ട് ഡിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന റേഡിയേഷൻസും ഉണ്ട്. രണ്ടും നമ്മുടെ ട്രാൻസ്പെറൻറ്റ് കവേഴ്സിലോട്ടാണ് വന്ന് വീഴുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു അബ്സോർബർ പ്ലേറ്റ് ഉണ്ട്. അബ്സോർബർ പ്ലേറ്റ് നമുക്ക് കോപ്പർ കൊണ്ടോ അലൂമിനിയം കൊണ്ടൊക്കെയുള്ള നിർമ്മിച്ചതായിരിക്കാം. ആ രണ്ട് ട്രാൻസ്പെറൻറ്റ് കവറിൻ്റെയും അബ്സോർബർ പ്ലേറ്റിൻ്റെ ഇടയ്ക്ക് കുറച്ച് എയർ സ്പേസ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആ അബ്സോർബർ പ്ലേറ്റിനോട് ചേർന്ന് കുറച്ച് ട്യൂബുകൾ കാണും. ആ ട്യൂബുകളും സ്റ്റീൽ അങ്ങനെയുള്ള മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതായിരിക്കും. ആ ട്യൂബ് വഴിയായിരിക്കും നമ്മുടെ ഫ്ലൂയിഡ് കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലൂയിഡ് ട്യൂബ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം.
പിന്നെ ഈ ഓരോ ട്യൂബുകളുടെ ഇടയിലും നമുക്ക് ഇൻസുലേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹീറ്റ് ലോസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇൻസുലേഷൻസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സണ്ണിൻ്റെ ഇതിങ്ങനെ ഒരു ബോക്സിൽ ആണ് കവർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു ട്രാൻസ്പെറൻറ്റ് കവറുണ്ട്. അപ്പോൾ സണ്ണിൽ നിന്നും വരുന്ന റേഡിയേഷൻസ്, ഡയറക്റ്റ് റേഡിയേഷൻസും ഡിഫ്യൂസ് ആയിട്ടുള്ള റേഡിയേഷൻസും ഈ ട്രാൻസ്പെറൻറ്റ് കവറിൽ വന്ന് വീഴുന്നു. അപ്പോൾ ഇതിനിടയിൽ നിന്നും ഇത് റേഡിയേഷൻ നേരെ അബ്സോർബർ പ്ലേറ്റിലോട്ടാണ് വന്ന് വീഴുന്നത്. ആ റേഡിയേഷൻസ്, ആ സണ്ണിൽ നിന്നുള്ള എനർജി നേരിട്ട് അബ്സോർബർ പ്ലേറ്റിലേക്ക് എത്തുന്നു. അബ്സോർബർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ അലൂമിനിയം കോപ്പറൊക്കെ ഉള്ളതുകൊണ്ട് അത് നല്ല രീതിയിൽ ചൂടാവുമ്പോൾ അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഫ്ലൂയിഡ് ട്യൂബ് പോകുന്നത്. ആ ഫ്ലൂയിഡ് ട്യൂബിലൂടെ നമുക്ക് കോൾഡ് വാട്ടർ അല്ലെങ്കിൽ കോൾഡ് ഫ്ലൂയിഡ് കടന്നു പോകുന്നുണ്ട്. അപ്പം ഇതിനകത്തുള്ള ചൂടിനെ ആ കോൾഡ് ഫ്ലൂയിഡ് അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ ആ കോൾഡ് ഫ്ലൂയിഡിൻ്റെ ഔട്ട്ലെറ്റിൽ നമുക്ക് ട്യൂബിൻ്റെ ഔട്ട്ലെറ്റിൽ നമുക്ക് ഹോട്ടായിട്ടുള്ള ഫ്ലൂയിഡായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയാണ് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കമ്പോണൻസ് ആയിരിക്കും ട്രാൻസ്പെറൻറ്റ് കവർ, അതിൻ്റെ തൊട്ട് താഴെ അബ്സോർബർ പ്ലേറ്റ്, അതിൻ്റെ മെയ്ഡ് ചെയ്തേക്കുന്ന മെറ്റീരിയൽസൊക്കെ ഇട്ടിട്ടുണ്ട്, കോപ്പർ, അലൂമിനിയം ഏത് വേണമെങ്കിലും ആവാം. that plate absorb the solar radiation incident on it and transfer the heat to tube in contact with it. പിന്നെ അതുപോലെ നമ്മൾ ട്യൂബിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ട്യൂബും അലൂമിനിയം, കോപ്പർ അല്ലെങ്കിൽ സ്റ്റീൽ വെച്ചായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇൻസുലേഷൻസ് ഉണ്ട്. അബ്സോർബർ പ്ലേറ്റിൻ്റെയും നമ്മുടെ ട്യൂബിൻ്റെ ഇടയിൽ ഹീറ്റ് ലോസുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻസുലേഷൻ ഉണ്ടാകും. പിന്നെ ബോക്സ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കമ്പോണൻസ് എല്ലാം ഒരു ബോക്സ് സ്ട്രക്ചറിനകത്തായിരിക്കും കെപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് പറഞ്ഞിട്ടുണ്ട്. സിൻസ് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ട് അബ്സോർബ് എനർജി കമ്മിങ് ഫ്രം ഓൾ ഡയറക്ഷൻ, അതായത് എല്ലാ ഡയറക്ഷനിൽ നിന്ന് വരുന്ന റേഡിയേഷൻസും ഇത് അബ്സോർബ് ചെയ്യും. ദെൻ ഇറ്റ് യൂട്ടിലൈസസ് ബോത്ത് ദി ബീം ആസ് വെൽ ആസ് ഡിഫ്യൂസ് റേഡിയേഷൻ, അതായത് ഡയറക്റ്റ് റേഡിയേഷൻസും ഡിഫ്യൂസ് വരുന്ന റേഡിയേഷൻസും എല്ലാം ഇത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇതിന് ലെസ് മെയിൻ്റനൻസ് ആയിരിക്കും. അങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ അഡ്വാൻറ്റേജ് ആയിട്ട് എഴുതുക. ദെൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആസ് ലോ ടെമ്പറേച്ചർ ഈസ് അച്ചീവ്ഡ് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ ആർ നോട്ട് യൂസ്ഡ് ഫോർ പവർ ജനറേഷൻ, അതായത് നമ്മുടെ സൂര്യൻ്റെ എനർജി അല്ലെങ്കിൽ സണ്ണിൻ്റെ ചൂട് കുറവാണെങ്കിൽ ഇത് പവർ ജനറേഷൻ നമുക്ക് സാധ്യമാകത്തില്ല. ലാർജ് ഹീറ്റ് ലോസ് ബൈ കണ്ടക്ഷൻ ആൻഡ് റേഡിയേഷൻ ബിക്കോസ് ഓഫ് ലാർജ് ഏരിയ, അപ്പം ഇതിൻ്റെ ഏരിയ കൂടുതലായതുകൊണ്ട് വന്ന് വീഴുന്നതിൽ കുറേ ഹീറ്റുകൾ കണ്ടക്ഷനും റേഡിയേഷനായിട്ടും ലോസ് ആവാൻ സാധ്യതയുണ്ട്. ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പലയിടത്തും ഉപയോഗിക്കാം. സോളാർ വാട്ടർ ഹീറ്റർ നമുക്കായിട്ട് ഉപയോഗിക്കാം, ഹോട്ടലിലും നമ്മുടെ വീടുകളിലെ ഇൻഡസ്ട്രിയിലായിട്ട് ഉപയോഗിക്കാം. ദെൻ സോളാർ കുക്കറിൽ ഉപയോഗിക്കാം. പിന്നെ ഡ്രൈയിങ് ആപ്ലിക്കേഷൻ, റെസിഡൻസ് ഹീറ്റിംഗ്, ഇത്രയും ആവശ്യങ്ങൾക്ക് നമുക്ക് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ നമുക്ക് ഉപയോഗിക്കാം. അടുത്ത ഒരു ടോപ്പിക്കാണ്, അതിൻ്റെ തൊട്ടടുത്ത രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഇവാക്യുവേറ്റഡ് ട്യൂബ് കളക്ടേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. Evacuated tube collectors are made up of rows of parallel glass tube linked to a common flow and return manifold depending on the collector installed. There are two main operating format for evacuated tube collector. ഒന്ന് ഡയറക്റ്റ് ഫ്ലോ ത്രൂ ഓപ്പറേഷൻ, ദെൻ ഹീറ്റ് പൈപ്പ് ഇവാക്യുവേറ്റഡ് ട്യൂബ് കളക്ടർ. അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ടൈപ്പ് കളക്ടറിനകത്ത് ഇവാക്യുവേറ്റഡ് ട്യൂബ്, അതായത് വാക്വം ചെയ്ത് വെച്ചേക്കുന്ന ഗ്ലാസ് ട്യൂബുകളായിരിക്കും ഇവിടെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഡയറക്റ്റ് ഫ്ലോ ത്രൂ ഓപ്പറേഷൻ ഉണ്ട്, രണ്ടാമത് ഹീറ്റ് പൈപ്പ് ഇവാക്യുവേറ്റഡ് ട്യൂബ് കളക്ടർ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം. ഡയറക്റ്റ് ഫ്ലോ ഇവാക്യുവേറ്റഡ് ട്യൂബ് കളക്ടർ. ഇതിന് നമുക്കൊരു ഡയഗ്രാം ഉണ്ട്. ഈ ഡയഗ്രാം വരയ്ക്കണം. ഇപ്പോൾ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനകത്തും ഇതുപോലെ ഡയഗ്രാം വരയ്ക്കാനുള്ളത് കാണാം. അപ്പോൾ ഡയഗ്രാം വരച്ച് പാർട്സൊക്കെ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വർക്കിംഗ് നിങ്ങൾ ഒരു പ്രാവശ്യം വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഗ്ലാസ് ട്യൂബുകളുണ്ട്. അതാണ് ദിസ് ടൈപ്പ് കൺസിസ്റ്റ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ട്യൂബ് ഇൻസൈഡ് ഈച്ച് ഓഫ് വിച്ച് ഈസ് എ ഫ്ലാറ്റ്. അപ്പം ഇതിനകത്ത് ഒരു ഇവാക്യുവേറ്റഡ് ട്യൂബാണ് ഈ യെല്ലോ കളറിൽ കാണുന്നത്. പിന്നെ ഇവിടെ ഒരു ട്യൂബ് ഓൾറെഡി പോകുന്നുണ്ട്, ഈ റെഡ് കളറിൽ പോകുന്നത്. അപ്പോൾ ഈ റെഡ് കളറിൽ പോകുന്ന പൈപ്പിലൂടെയാണ് കോൾഡ് വാട്ടർ നമുക്ക് പാസ് ചെയ്യുന്നത്. നമുക്ക് ഔട്ട്പുട്ടായിട്ട് നമുക്ക് ഹോട്ട് വാട്ടർ ഔട്ട്ലെറ്റ് വരണം. അപ്പോൾ ഈ ട്യൂബുകൾ ഈ യെല്ലോ കളറിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഓരോ ട്യൂബിൻ്റെയും ഇടയിലായിട്ട് അലൂമിനിയം ഫിൻസ് ഉണ്ട്, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയുള്ള ഫിൻസ്. അപ്പോൾ ഇവിടെ വരുന്ന ഹീറ്റിനെ നമുക്ക് ഈ ട്യൂബിലേക്ക് എത്തിക്കാൻ വേണ്ടി ഫിൻസ് കണക്ട് ചെയ്തത്. അതാണ് ഈ വേറെ യെല്ലോ കളറിൽ അല്ലെങ്കിൽ ഗ്രേ കളറിൽ കാണുന്ന അലൂമിനിയം ഫിൻസാണ്. ഇവിടെ ഒരു സീല് ചെയ്തിട്ടുണ്ട്, ഇത് ഇവിടുന്ന് അതെല്ലാം കണക്ട് ചെയ്ത് വെച്ചേക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സൂര്യപ്രകാശമുള്ള സ്ഥലത്തായിരിക്കും ഇത് വെക്കുന്നത്.
നമുക്ക് ഈ കോൾഡ് വാട്ടർ ഈ അകത്ത ട്യൂബിലൂടെ, റെഡ് കളർ ട്യൂബിലൂടെ നമ്മൾ കോൾഡ് വാട്ടറിനെ നമ്മൾ പാസ് ചെയ്യിക്കുന്നു. ഇതിങ്ങനെ വെളിയിൽ വെച്ചേക്കുവാണ്. അപ്പം സൂര്യപ്രകാശം നേരെ വന്ന് സണ്ണിൻ്റെ റേഡിയേഷൻ വന്ന് ഇവാക്യുവേറ്റഡ് ട്യൂബിലേക്ക് വന്ന് വീഴുന്നു. അപ്പോൾ ഇവാക്യുവേറ്റഡ് ട്യൂബിൽ നിന്നും നേരെ ആ ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്ത് നേരെ ഫിൻസിലേക്ക് എത്തുന്നു. അപ്പോൾ ഫിൻസ് ചൂടാവുന്നുണ്ട്. ആ ഫിൻസ് ചൂടാവുന്നതനുസരിച്ച് ഫിൻസിനോട് ചേർന്നാണ് നമ്മുടെ അകത്തെ ട്യൂബ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ട്യൂബും ചൂടാവുന്നു. അപ്പോൾ ആ ചൂടാവുന്നതനുസരിച്ച് അകത്തേക്ക് വരുന്ന ആ കോൾഡ് വാട്ടർ അകത്തേക്ക് വരുന്നുണ്ട്, അതുവഴി പാസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനകത്തുള്ള ഹീറ്റ് അതുവഴി കടന്നു പോകുന്ന കോൾഡ് വാട്ടർ അതിനെ അബ്സോർബ് ചെയ്ത് നേരെ ഔട്ട്ലെറ്റിലേക്ക് ഹോട്ട് വാട്ടറായിട്ട് പുറത്തേക്ക് വന്നു. ഇത്രയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കിതിനകത്ത് മെയിനായിട്ടും ഒരു ഇവാക്യുവേറ്റഡ് ട്യൂബ് ഉണ്ടാവും. അകത്തൂടെ നമുക്ക് വാട്ടർ പാസ് ചെയ്യാനൊരു ട്യൂബ് ഉണ്ടാവും. ഈ ട്യൂബുകൾക്കിടയിൽ അലൂമിനിയം ഫിൻസ്, അതായത് ഹീറ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അകത്തെ ട്യൂബിലൂടെ നമ്മൾ കോൾഡ് വാട്ടറിനെ പാസ് ചെയ്യുന്നു. സണ്ണിൻ്റെ റേഡിയേഷൻ വന്ന് നേരെ ഇവാക്യുവേറ്റഡ് ട്യൂബിൽ വീഴുന്നു. അത് അവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് നേരെ അബ്സോർബർ അല്ലെങ്കിൽ അലൂമിനിയം ഫിന്നിലേക്ക് വരുന്നു. അല്ലെങ്കിൽ അബ്സോർബർ പ്ലേറ്റ് എന്താണെന്ന് വെച്ചാൽ അതിനകത്തോട്ട് വന്ന് വീഴുന്നു. അപ്പോൾ അതിനകത്ത് ഹീറ്റ് ആവുന്നതനുസരിച്ച് ഇതുവഴി പോകുന്ന വെള്ളം അല്ലെങ്കിൽ കോൾഡ് വാട്ടർ ഇതിൻ്റെ ഹീറ്റ് അബ്സോർബ് ചെയ്ത് ചൂടായിട്ട് അത് വെളിയിലോട്ട് പോകുന്നു. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡയറക്റ്റ് ഫ്ലോ ഇവാക്യുവേറ്റഡ് ട്യൂബ് കളക്ടറിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ തിയറിയൊക്കെ വായിച്ച് നോക്കുക. അപ്പോൾ അലൂമിനിയം ഫിന്നായിട്ട് ഉപയോഗിക്കുന്നു. അതിൻ്റെ ഗ്ലാസ് പൈപ്പുകളൊക്കെ ഉണ്ട്. നോർമലി കോപ്പർ ആയിരിക്കാം. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ വർക്കിംഗ്. ഓക്കെ. ദെൻ രണ്ടാമത്തെ ഒരു ടൈപ്പാണ് ഹീറ്റ് പൈപ്പ് ഇവാക്യുവേറ്റഡ് ട്യൂബ് കളക്ടർ എന്നാണ് ഇതിൻ്റെ ടൈപ്പിൻ്റെ പേര്. ഇതിനും നമുക്കൊരു ഡയഗ്രാം ഉണ്ട്. ഏകദേശം മുമ്പ് കാണിച്ച ഡയഗ്രത്തിൻ്റെ ഏകദേശം സെയിം ആണ്. പക്ഷേ അതിനകത്ത് ഒരു ട്യൂബും കൂടെ പോകുന്നുണ്ട്. അതിൻ്റെ വർക്കിങ്ങിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ആൽക്കഹോൾ ലിക്വിഡായിട്ടാണ്, അല്ലെ ആൽക്കഹോളാണ് ഇതിനകത്ത് വർക്കിംഗ് ഫ്ലൂയിഡായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഇൻ ദിസ് ടൈപ്പ് എ കോപ്പർ കോട്ടഡ് അബ്സോർബർ പ്ലേറ്റ് ഈസ് ബോണ്ടഡ് ടു എ സീൽഡ് കോപ്പർ ഹീറ്റ് പൈപ്പ്. ദ ഹീറ്റ് പൈപ്പ് കണ്ടെയ്ൻസ് ഇപ്പോൾ ഇതാണ് ഹീറ്റ് പൈപ്പ് എന്ന് പറയുന്ന ഒരു ഡിവൈസ്. ആ ഹീറ്റ് പൈപ്പിനകത്ത് ദ ഹീറ്റ് പൈപ്പ് കണ്ടെയ്ൻസ് എ വർക്കിംഗ് ഫ്ലൂയിഡ്, അല്ലെങ്കിൽ വർക്കിംഗ് ഫ്ലൂയിഡായിട്ട് ആൽക്കഹോൾ ആയിരിക്കും ഉപയോഗിക്കുന്നത് അറ്റ് എ ലോ ടെമ്പറേച്ചർ. വെൻ ദി ഹീറ്റ് പൈപ്പ് ഈസ് ഹീറ്റഡ് ദ ലിക്വിഡ് ടേൺസ് ഇൻ ടു എ വേപ്പർ rises within the pipe to a condenser that is in contact with the heat transfer fluid in the manifold. അതായത് നമ്മുടെ സ്ട്രക്ചർ ഇവാക്യുവേറ്റഡ് ട്യൂബൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. ഇതിനകത്തൂടെ ഒരു ഹീറ്റ് പൈപ്പ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഹീറ്റ് പൈപ്പിനുള്ളിൽ ആൽക്കഹോൾ നിറച്ച് വെച്ചിരിക്കുകയാണ്. ലിക്വിഡ് ഫോമിലുള്ള ആൽക്കഹോൾ നിറച്ച് വെച്ചിരിക്കുന്നു. നമുക്ക് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോളാർ റേഡിയേഷൻ ഡയറക്റ്റ് വന്ന് പതിക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്യൂബുകളുടെ ഇടയിൽ ട്യൂബിൻ്റെ ഇടയ്ക്ക് ഒരു കോപ്പർ പ്ലേറ്റ് ഹീറ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സോളാർ റേഡിയേഷൻ വന്ന് വീഴുന്നു. ആ ഹീറ്റ് നേരെ ഈ കോപ്പർ പ്ലേറ്റിലേക്ക് എത്തുന്നു. ആ കോപ്പർ പ്ലേറ്റ് ഈ ഹീറ്റ് പൈപ്പുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അതിനകത്തുള്ള ഹീറ്റ് ഈ ആൽക്കഹോളിലേക്ക്, അല്ലെങ്കിൽ ആൽക്കഹോൾ ലിക്വിഡിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ ഭാഗത്താണ് മെയിനായിട്ട് ഹീറ്റ് എത്തുന്നത്. അപ്പോൾ ഇവിടെയുള്ള ആൽക്കഹോൾ ലിക്വിഡ് നേരെ വേപ്പറൈസ് ചെയ്ത് ഈ ഭാഗത്തേക്ക് പോകും. കണ്ടൻസർ ഭാഗത്ത്, ഈ ഹീറ്റ് പൈപ്പിൻ്റെ ഇപ്പുറത്തൊരു ഭാഗം കണ്ടൻസറാണ്. ആ കണ്ടൻസർ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. വേപ്പറൈസ്ഡ് ഫോമിൽ കണ്ടൻസർ ഭാഗത്തേക്ക് എത്തുന്നു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടൻസ്ഡ് ലിക്വിഡ് റിട്ടേൺസ് ടു ബാക്ക് ടു കണ്ടൻസർ. അപ്പോൾ അവിടെ എത്തുമ്പോൾ വേപ്പറായിട്ടുള്ള ലിക്വിഡ് ആൽക്കഹോൾ അവിടെ എത്തുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് ഫ്ലൂയിഡിനെ സപ്ലൈ ചെയ്യുന്നത്. കോൾഡ് വാട്ടറിനെ ഇവിടുന്ന് അങ്ങോട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. കോൾഡ് വാട്ടർ ഇവിടുന്ന് അങ്ങോട്ട് സപ്ലൈ ചെയ്യുമ്പോഴത്തേനും ഇത് കണ്ടൻസ് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ലിക്വിഡ് വേപ്പർ ആൽക്കഹോൾ കണ്ടൻസ് ചെയ്യുന്നു. ലേറ്റൻറ്റ് ഹീറ്റ് റിജക്റ്റ് ചെയ്തിട്ട് അത് കണ്ടൻസ് ചെയ്ത് വീണ്ടും ലിക്വിഡായിട്ട് തിരിച്ച് ബോട്ടം ഭാഗത്തേക്ക് പോകുന്നു. ആ ഹീറ്റ് അകത്തേക്ക് കൊടുത്തുവിടുന്ന ഫ്ലൂയിഡ് അബ്സോർബ് ചെയ്ത് അത് ഹീറ്റായിട്ട് ഹോട്ട് വാട്ടറായിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഇതിനകത്ത് മെയിൻ പടം ഇതുപോലെ വരയ്ക്കുക. ഇതിനകത്ത് ഇവാക്യുവേറ്റഡ് ട്യൂബുണ്ട്. അതിനകത്തൊരു ഹീറ്റ് പൈപ്പുണ്ട്. ഹീറ്റ് പൈപ്പിൻ്റെ ഒരു ഭാഗത്ത് കണ്ടൻസർ എന്നൊരു ഭാഗമാണ്. ഹീറ്റ് പൈപ്പിനുള്ളിനകത്ത് ഇതിനകത്ത് ഉപയോഗിക്കുന്ന വർക്കിംഗ് ഫ്ലൂയിഡ് ആൽക്കഹോളാണ്. സോളാർ റേഡിയേഷൻ വന്ന് വീഴുന്നു. ഇവാക്യുവേറ്റഡ് ട്യൂബ് വഴി കോപ്പർ പ്ലേറ്റിലേക്ക് വന്ന് എത്തുന്നു. അപ്പോൾ കോപ്പർ പ്ലേറ്റ് ചൂടാവുന്നതനുസരിച്ച് നമ്മുടെ ഹീറ്റ് പൈപ്പിനുള്ളിലുള്ള ലിക്വിഡ് ആൽക്കഹോൾ ഹീറ്റാവുന്നു. ഹീറ്റാവുമ്പോൾ അത് വേപ്പറൈസ് ചെയ്ത് നേരെ അത് കണ്ടൻസർ ഭാഗത്തേക്ക് എത്തുന്നു. കണ്ടൻസർ ഭാഗത്ത് എത്തുമ്പോൾ കണ്ടൻസറിൻ്റെ പുറത്തോട് നമ്മൾ ആ ഫ്ലൂയിഡിനെ അല്ലെങ്കിൽ കോൾഡ് വാട്ടറിനെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വേപ്പർ ആൽക്കഹോൾ കണ്ടൻസ് ചെയ്ത് ലിക്വിഡായിട്ട് മാറുന്നു.
ലേറ്റൻറ്റ് ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നു, ഹീറ്റ് റിലീസ് ചെയ്ത് ലിക്വിഡായിട്ട് മാറുന്നു. ലിക്വിഡ് ആകുമ്പോൾ അത് വീണ്ടും ആ കണ്ടന്റ് ഹീറ്റ് പൈപ്പിൻ്റെ ബോട്ടം ഭാഗത്തേക്ക് പോകുന്നു. അപ്പോൾ ഈ നമുക്ക് ഇതുവഴി കൊടുത്തുവിട്ട ആ ഫ്ലൂയിഡ് ഹീറ്റായിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ഹീറ്റ് പൈപ്പ് ഇവാക്യുവേറ്റഡ് ട്യൂബ് കളക്ടറിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മളിതിനകത്ത് പടം വരയ്ക്കുക, പാർട്സൊക്കെ അടയാളപ്പെടുത്തുക, ഇത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇത്രയാണ് നമുക്ക് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. മൾട്ടിപ്പിൾ ആംഗിൾസിലൊക്കെ നമുക്ക് ഇതിനകത്ത് ഹീറ്റിനെ സൺ എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെന്താണ്, ഇവാക്യുവേറ്റഡ് ട്യൂബ് കളക്ടേഴ്സ് ക്യാൻ ഓപ്പറേറ്റ് അറ്റ് എ മച്ച് ഹയർ ടെമ്പറേച്ചർ സച്ച് ആർ പ്രിഫേർഡ് ചോയ്സ് ഫോർ ഹീറ്റ്. അതായത് ഹൈ ടെമ്പറേച്ചറിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇത് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഡിവൈസാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതുക. പിന്നെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ആയിരിക്കും. ഇവാക്യുവേറ്റഡ് ട്യൂബ് പെട്ടെന്ന് ഓവർ ഹീറ്റ് ആവാൻ സാധ്യതയുണ്ട്. മെയിൻ്റനൻസ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നാം. പിന്നെ ആപ്ലിക്കേഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ എയർ കണ്ടീഷനിങ്, കൊമേഴ്ഷ്യൽ സോളാർ ഹീറ്റിങ്, പിന്നെ സ്പേസ് ഹീറ്റിങ്, പ്രോസസ് ഹീറ്റിങ്, അവിടെ എല്ലാം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇവാക്യുവേറ്റഡ് ട്യൂബ് കളക്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ അടുത്ത ഒരു കമ്പാരിസൺ ബിറ്റ്വീൻ ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ ആൻഡ് ഇവാക്യുവേറ്റഡ് ട്യൂബ് കളക്ടർ. അത് നമുക്ക് എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. 2 ബോക്സിലിട്ട് കാണിക്കുക. ഇതിൻ്റെ ലോ കോസ്റ്റാണ്. ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ ലോ കോസ്റ്റാണ്, ഇവാക്യുവേറ്റഡ് ട്യൂബ് ഹയർ കോസ്റ്റാണ്. ഡിസൈൻ ഓഫ് ഫ്ലാറ്റ് പ്ലേറ്റ് ഈസ് ഈസി, ഡിസൈൻ ഓഫ് ഇവാക്യുവേറ്റഡ് ട്യൂബ് കളക്ടർ ഡിഫിക്കൽട്ട് ബിക്കോസ് ഓഫ് വാക്വം ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ട്യൂബ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് വരാം. പിന്നെ ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടറിന് ലോങ്ങർ ലൈഫ് ഉണ്ടാവും. പിന്നെ ഇവാക്യുവേറ്റഡ് ട്യൂബിന് ചിലപ്പം ലൈഫ് കുറച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. പിന്നെന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതുക. ദെൻ ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ ഈസ് മോർ എഫിഷ്യൻറ്റ് ദാൻ ഇവാക്യുവേറ്റഡ് ആണ്. പിന്നെ ഈ ഇവാക്യുവേറ്റഡ് ട്യൂബ് കളക്ടർ ലോവർ ടെമ്പറേച്ചറിലും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടാണ് അതിനകത്ത് കാണിക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് എഴുതുക. ഒരു 5 പോയിൻറ്റ് ഇതിനകത്ത് എഴുതിയിരിക്കുക. ബാക്കി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഡിഫറൻസ് ആണ് ഈ രണ്ടും കാണിച്ചേക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ഒരു നോക്കാനുള്ളത് കോൺസെൻട്രേറ്റിംഗ് കളക്ടറാണ്. കോൺസെൻട്രേറ്റിംഗ് കളക്ടർ അല്ലെങ്കിൽ ഫോക്കസിങ് കളക്ടർ എന്ന് പറയും. അതിൻ്റെ തന്നെ നമുക്ക് 2 ക്ലാസിഫിക്കേഷൻ അല്ലെ 2 ടൈപ്പ് പഠിക്കാനുണ്ട്. ഒന്ന് പരാബോളിക് ട്രഫ് കളക്ടറും 2 പരാബോളിക് ഡിഷ് കളക്ടർ എന്നാണ് പറയുന്നത്. ഇപ്പം കോൺസെൻട്രേറ്റിംഗ് കളക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേറ്റിംഗ് കളക്ടേഴ്സ് ഇൻ്റർസെപ്റ്റ് ഡയറക്റ്റ് റേഡിയേഷൻ ഓവർ എ ലാർജ് ഏരിയ ആൻഡ് ഫോക്കസ് ഇറ്റ് ഇൻ ടു എ സ്മാൾ അബ്സോർബർ ഏരിയ. അപ്പോൾ കോൺസെൻട്രേറ്റിംഗ് കളക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സണ്ണിൽ നിന്ന് വരുന്ന റേഡിയേഷനെ ഒരു ലാർജ് ഏരിയയിൽ റിസീവ് ചെയ്തിട്ട് അതിനെ ഒരു സ്മോൾ അബ്സോർബർ ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്ത് ഹീറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ കോൺസെൻട്രേറ്റിംഗ് ടൈപ്പ് അല്ലെങ്കിൽ ഫോക്കസിങ് ടൈപ്പ് എന്ന് പറയുന്നത്. വലിയൊരു ഏരിയയിലായിരിക്കും ഈ റേഡിയേഷൻ വന്ന് വീഴുന്നത്. അതിനെ ഫോക്കസ് ചെയ്ത് കുറച്ച് അബ്സോർബർ ഏരിയയിൽ റിസീവർ ഏരിയയിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് 2 തരത്തിൽ, അതിനകത്ത് 2 ഭാഗങ്ങളാണ്, കോൺസെൻട്രേറ്റർ ആൻഡ് റിസീവർ. അതായത് ആ കളക്ടറിനകത്ത് 2 ഭാഗങ്ങളാണ്, കോൺസെൻട്രേറ്റർ ആൻഡ് റിസീവർ. റിസീവർ ഈസ് എ ഡിവൈസ് ദാറ്റ് ഈസ് ഏബിൾ ടു കൺവേർട്ട് സോളാർ റേഡിയേഷൻ ഇൻ ടു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എനർജി. അപ്പോൾ റിസീവറാണ് ആ വരുന്ന സോളാർ റേഡിയേഷനെ ഡിഫറൻറ്റ് എനർജിയിലേക്ക് മാറ്റുന്നത്. അതായത് നമുക്ക് തെർമൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യാം. പിന്നെ വേറെ ഉണ്ട് ഫോട്ടോ വോൾട്ടായിക് സെൽ എന്നാണ് പറയുന്നത്. അതായത് സോളാർ റേഡിയേഷനെ ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയും നമുക്കതിനകത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇതിനകത്ത് ഫോക്കസിങ് കളക്ടർ 2 തരത്തിലാണ് ജനറലായിട്ട് പറയുന്നത്. ഒന്ന് ലൈൻ ഫോക്കസിങ് ടൈപ്പും 2 പോയിൻറ്റ് ഫോക്കസിങ് ടൈപ്പ്. അപ്പോൾ ലൈൻ ഫോക്കസിങ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ കളക്ടർ പൈപ്പ് ത്രൂ വിച്ച് വർക്കിംഗ് ഫ്ലൂയിഡ് ഫ്ലോസ് മേ ബി കൺസിഡേർഡ് ആസ് എ ലൈൻ. അതായത് ആ വർക്കിംഗ് ഫ്ലൂയിഡ് ഒരു പൈപ്പിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഒരു മൊത്തത്തിലൊരു ലൈനായിട്ട് കൺസിഡർ ചെയ്യുന്നു. പോയിൻ്റ് ഫോക്കസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോക്കസ് ചെയ്യുന്ന ഒരു പോയിൻറ്റിൽ മാത്രമായിട്ടായിരിക്കും, പോയിൻ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതാണ് നമ്മൾ അടുത്ത ടൈപ്പിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ടൈപ്പാണ് പരാബോളിക് ട്രഫ് കളക്ടർ എന്ന് പറയുന്നത്. പരാബോളിക് ട്രഫ് കളക്ടറിൻ്റെ ഡയഗ്രമാണിത് കാണിച്ചേക്കുന്നത്. ഇത് നമുക്ക് എക്സാമിന് വരയ്ക്കണം. അപ്പോൾ ഇത് ഒരു റിഫ്ലക്ടറാണ് ഈ പരാബോളിക് ഷേപ്പിൽ കാണിച്ചേക്കുന്നത്. പിന്നെ അകത്തൂടെ പോകുന്ന ഒരു അബ്സോർബർ ട്യൂബാണ്. അതാണ് അതിൻ്റെ നടുക്കൂടെ പോകുന്ന ഒരു ലൈനെ നമുക്ക് ഫോക്കൽ ലൈനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം.
ഈ കാണിച്ചേക്കുന്നത് സോളാർ റേഡിയേഷനാണ്. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സണ്ണിൽ നിന്നും വരുന്ന റേഡിയേഷൻ നേരെ ഈ റിഫ്ലക്ടറിലായിരിക്കും വന്ന് പതിക്കുന്നത്. റിഫ്ലക്ടറിലാണ് വന്ന് പതിക്കുന്നത്. ആ റിഫ്ലക്ടർ അതിനെ ഡിഫ്ലക്റ്റ് ചെയ്ത് നേരെ ആ അബ്സോർബർ പൈപ്പിലേക്ക് കടത്തിവിടും. അതായത് അബ്സോർബർ പൈപ്പിലേക്ക് നമ്മളെ അതിനെ ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ സൺ റേഡിയേഷൻസ് നേരെ റിഫ്ലക്ടറിൽ നിന്നും നേരെ അബ്സോർബർ ട്യൂബിലേക്ക് അല്ല അബ്സോർബർ പൈപ്പിലേക്കായിരിക്കും വന്ന് പതിക്കുന്നത്. അപ്പോൾ ഈ അബ്സോർബർ പ്ലേറ്റിനുള്ളിലൂടെ കോൾഡ് വാട്ടർ അല്ലെങ്കിൽ കോൾഡ് ഫ്ലൂയിഡ് പാസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ ഹീറ്റ് ഈ വന്ന് വീഴുന്നത് അബ്സോർബർ പ്ലേറ്റിലേക്ക് അല്ല അബ്സോർബർ പൈപ്പിലേക്ക് വന്ന് വീഴുമ്പോൾ ആ ഹീറ്റ് ആ അബ്സോർബർ പ്ലേറ്റ് അബ്സോർബ് ചെയ്യുകയും അത് ചൂടാവുകയും ചെയ്യുന്നു. ആ ചൂടാവുമ്പോൾ അതിനകത്തൂടെ ഒഴുകുന്ന ഫ്ലൂയിഡ് ആ ഹീറ്റ് അബ്സോർബ് ചെയ്ത് ഹോട്ട് വാട്ടർ അല്ലെങ്കിൽ ഹോട്ട് ഫ്ലൂയിഡായിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഇതാണ് പരാബോളിക് ട്രഫ് കളക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അബ്സോർബർ പൈപ്പിനെ ഒരു ലൈനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് മാത്രമല്ല എല്ലാ ഭാഗത്തും ഈ സോളാർ റേഡിയേഷൻസ് വന്ന് വീഴാം. അതിനെല്ലാം ഡിഫ്ലക്റ്റ് ചെയ്ത് നേരെ അബ്സോർബർ പൈപ്പിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ അബ്സോർബർ പൈപ്പ് അങ്ങ് ചൂടാകുമ്പോൾ അതിനകത്തൂടെ പോകുന്ന ഫ്ലൂയിഡ് ഇതുവഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഫ്ലൂയിഡ് ഹോട്ടായിട്ട് വെളിയിലേക്ക് വരും. ഇതൊരു ഇൻലെറ്റ് ആണെങ്കിൽ ഹോട്ട് ഫ്ലൂയിഡ് ഇതുവഴി പോകുന്നു, സോളാർ റേഡിയേഷൻ വന്ന് വീഴുന്നു, റിഫ്ലക്ടറിൽ വന്ന് വീഴുന്നു. അത് ഇതിനെ ഡിഫ്ലക്റ്റ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് നേരെ അബ്സോർബർ പൈപ്പിലേക്കായിരിക്കും പതിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ചൂടാവുന്നു, ഇതിനകത്തൂടെ പോകുന്ന ഫ്ലൂയിഡ് ഹീറ്റ് അബ്സോർബ് ചെയ്ത് ഹോട്ട് വാട്ടറായിട്ട് പുറത്തേക്ക് പോകും. അപ്പോൾ ഇതിനെ ഒരു പരാബോളിക് ഷേപ്പ് ആയതുകൊണ്ടൊക്കെയാണ് ഇതിനെ അങ്ങനെ പേരിട്ടേക്കുന്നത്. രണ്ടാമത്തത് പരാബോളിക് ഡിഷ് കളക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഷ് പോലെ നമ്മുടെ ഡിഷ് ഇരിക്കും, നമ്മുടെ ഡിഷ് ആൻറ്റിന പോലെയൊക്കെ ഉള്ളൊരു ഷേപ്പായിരിക്കും നമ്മുടെ ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ റേഡിയേഷൻ വന്ന് വീഴുന്നുണ്ട്. ആ വന്ന് വീഴുന്ന റേഡിയേഷനെ ഒരു പോയിൻറ്റിലേക്ക് അത് എല്ലാം ഡിഫ്ലക്റ്റ് ചെയ്ത് നേരെ ഒറ്റ ഫോക്കൽ പോയിൻറ്റിലേക്കായിരിക്കും ഇത് വന്ന് ആ റേഡിയേഷൻ ഡിഫ്ലക്റ്റ് ചെയ്ത് വന്ന് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് വന്ന് വീഴുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പരാബോളിക് പോയിൻറ്റ് ഫോക്കസിങ് ഡിഷ് കളക്ടർ എന്ന് പറയുന്നത്. The parabolic dish collector is of point focusing type solar collector. For point focusing type, the receiver is placed at the focus point of the concentrator. അതായത് കോൺസെൻട്രേറ്ററിൻ്റെ ഫോക്കസ് പോയിൻറ്റിലായിരിക്കും റിസീവർ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ റേഡിയേഷനും വന്ന് ഒറ്റ പോയിൻറ്റിലേക്കായിരിക്കും വന്ന് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ആവശ്യത്തിനുള്ള ഹീറ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അറൗണ്ട് 2000 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ വരെ ഇതിനകത്ത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കമ്പാരിസൺസ് കൂടെ നിങ്ങൾ വായിച്ച് നോക്കാം. ഓക്കെ, താങ്ക് യു.